ഡോക്ടറെ കുട്ടി പഠിക്കാൻ തീരെ താല്പര്യമില്ല. പഠിക്കുന്ന കാര്യം പറയുമ്പോൾ അവന് ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവുക, ദേഷ്യപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഒന്നോ ADHD ഒന്നോ അതിന് പല രീതിയിൽ നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അടങ്ങിയിരിക്കാത്ത കുട്ടിയാണ്, ഇമ്പൾസീവ് മൂവ്മെന്റ് ആണ് എന്നൊക്കെ നമ്മൾ ADHDയിലേക്ക് പോകും. നേരെ മറിച്ച് പഠിക്കാൻ എഴുതാൻ കഴിയുന്നില്ല, വായിക്കാൻ കഴിയുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിക്ക് പോകും. പക്ഷേ ഇതിന്റെ ഒക്കെ കാരണം പലതായിരിക്കാം. പ്യൂർലി ഇത്തരം കേസുകൾ നമ്മൾ മാറ്റിവെക്കാം. അല്ലാത്ത കേസുകൾ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് കണ്ടീഷൻസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നേസൽ പോളിപ്പ്, അതേപോലെ അഡിനോയിഡ്സ്, അലർജിക് റൈനൈറ്റിസ്, അലർജിക് ആസ്മ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ ഉദാഹരണം പറയാം, അഡിനോയിഡ്സിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല, കാരണം വായ പൊളിച്ച് കിടക്കുന്നു, കുറുക്കം വലിക്കുന്നു, അതേപോലെ നേസൽ കൺജഷൻ വരുന്നു, അതേപോലെ നേസൽ ഒബ്സ്ട്രക്ഷൻ വരുന്നു, അതിന്റെ ഭാഗം ഉറക്കം നഷ്ടപ്പെടുന്നു. ഇത്തരം കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ആ കുട്ടി രാവിലെ ക്ലാസ്സിലാവുന്ന സമയത്ത് ഉറക്കം തൂങ്ങും, പിന്നെ ഇറിറ്റബിൾ ആവും, അജിറ്റേറ്റഡ് ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ADHD സിംറ്റംസ് വരാറുണ്ട്, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി സിംറ്റംസും കമ്പൈൻ ചെയ്ത് വരാറുണ്ട്. റൂട്ട് കോസ് കണ്ടെത്തി അത് എന്താണെന്ന് നോക്കി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ ADHD ആണെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. ഞാൻ പറയുന്നു എല്ലാ കേസിന്റെ കാരണം അതല്ല കേട്ടോ, അത്തരം കേസുകളിലാണ് ഞാൻ പറയുന്നത്. താങ്ക് യു.